ഹലോ, മൊഡ്യൂൾ 2 5.8 സെക്ഷന് ശേഷം നമ്മൾ 5.9ലേക്ക് വരികയാണ്. 5.8 നമുക്ക് എത്ര വീഡിയോസ് ഉണ്ടായിരുന്നു? 2 വീഡിയോസ് ഉള്ളത്. 5.9ലേക്ക് വരികയാണ്. 5.9 നമുക്കൊരു 2-3 വീഡിയോസ് കഴിയും. എന്താണ് സെക്ഷൻ? സെക്ഷൻ്റെ പേര് ഇവാലുവേറ്റിംഗ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് അല്ലേ? ഇതെവിടെ പരിചയമുണ്ടല്ലോ നമുക്ക്. ഇവാലുവേറ്റിംഗ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പരിചയമുണ്ട് അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്താ മാറ്റമുള്ളത്? ഇവിടെ ഒരു ടേം അധികം വന്നിട്ട് ഇവാലുവേറ്റിംഗ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസാണ്. അതാണ് മാറ്റം. പഴയ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് കണ്ടത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇവിടെ കാണുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസുമാണ്. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്. മാറ്റം ഉണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ്. ആകെ ഈ ലിമിറ്റ് വരുന്ന സ്ഥാനത്ത് മാത്രമേ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. ശരിയല്ലേ? അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ തിയറി ഒന്നും പറയാനില്ല, എല്ലാം പഴയത് തന്നെയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 x into x square plus 1 the whole cube dx. ഇപ്പോൾ പഠിക്കുന്നത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? അപ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാളെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. ഒരു യു എന്ന് കോൾ ചെയ്യണം. പഴയ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ ആരെയാണ് നമ്മൾ യു എന്ന് പേര് വിളിക്കുക? അങ്ങനെ യു എന്ന് വിളിക്കാൻ നമുക്കിവിടെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഒരാൾക്ക് വേണമെങ്കിൽ എക്സിനെ യു എന്ന് വിളിക്കാം, ഒരാൾക്ക് വേണമെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 യു എന്ന് വിളിക്കാം, ഒരാൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബിനെ യു എന്ന് വിളിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ആരെയാണ് അപ്പോൾ നമ്മൾ യു എന്ന് കോൾ ചെയ്യുക? പറ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനിവിടെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഞാൻ യു എന്ന് കൊടുക്കാൻ പോവാം. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുമെന്നുള്ള കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പുട്ടടിക്കാൻ പോവാം. പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു യു. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. സോ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x പ്ലസ് 1 ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവ്. ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സിലല്ലേ? അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? du ബൈ ഡി എക്സ്. സോ du ബൈ ഡി എക്സ്. ആ ബൈ ഡി എക്സ് ഞാൻ ഇവിടെ എഴുതുന്നില്ല, പകരം എവിടെ എഴുതുന്നത്? ഇവിടെ എഴുതാൻ പോവാം. ഓക്കെ അല്ലേ? ഇനിയോ? ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ആരാ ഉള്ളത്? എക്സ് ഡി എക്സ് അല്ലേ കൂടെ ഉള്ളത്? അപ്പോൾ ഇവിടുന്ന് എക്സ് ഡി എക്സ് നമുക്ക് എന്താ കിട്ടുക? du ബൈ 2. സോ ഫ്രം ഹിയർ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു du ബൈ 2 എന്ന് വരും. കണ്ടോ? ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സ്ഥാനത്തിൽ എക്സ് ഡി എക്സ് അവിടെ ഉണ്ട്. ആ എക്സ് ഡി എക്സ് വരുന്ന നേരത്തെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇയാളെ യു എന്ന് പേര് വിളിച്ചത്. അല്ലെങ്കിൽ ഇയാളെ യു എന്ന് പേര് വിളിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരാളെ നമുക്ക് കിട്ടും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇയാളെ യു എന്നൊക്കെ പേര് വിളിച്ചത്. ഓക്കെ അല്ലേ? പകരം ഒരാൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ ക്യൂബിനെയാണ് യു എന്ന് വിളിച്ചിരുന്നെങ്കിൽ അയാൾ പെടും. കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 3 into x square plus 1 ഹോൾ സ്ക്വയർ ഒക്കെ വരില്ലേ? അതിവിടെ ഇല്ലല്ലോ, ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ആളുടെ ഡെറിവേറ്റീവാണ് അവിടെ ഉള്ളത് അയാളെ നമ്മൾ യു എന്ന് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉള്ള വേരിയബിൾസൊക്കെ എന്താണ്? എക്സിലുള്ളത്. ആ എക്സിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവാം? യു ആക്കി മാറ്റാൻ പോവാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ യു എന്ന് വിളിച്ചാൽ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇത് യു ക്യൂബായിട്ട് മാറും. കൂടെയുള്ള എക്സ് ഡി എക്സ് എന്തായിട്ട് മാറി? du ബൈ 2 ആയിട്ട് മാറി. അപ്പോൾ അവിടെ പിന്നെ എക്സ് ഉണ്ടാവില്ല. ഇയാൾ യു ക്യൂബോ എക്സ് ഡി എക്സ് du ബൈ 2 പിന്നെ അവിടെ നമ്മൾ എക്സ് ഉണ്ടാവില്ല, പകരം യു ഉണ്ടാവുക. അപ്പം എന്താ പ്രശ്നം? അപ്പം നോക്കൂ, ഇവിടെ നമുക്ക് 0 to 2 റേഞ്ച് തന്നിട്ടില്ലേ? അത് ആരുടെ ലിമിറ്റാണ്? എക്സിൻ്റെ ലിമിറ്റാണ്. നമ്മൾ യു ആയിട്ട് കൺവേർട്ട് ചെയ്യുക വേരിയബിളിനെ. യുവിൻ്റെ ലിമിറ്റ് അല്ലല്ലോ അത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പം 0 to 2 കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഈ സാധനം ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡിലും ഇതുവരെയുള്ള സ്റ്റെപ്സ് ഒരുപോലെ തന്നെയാണ്. തുടർന്ന് അങ്ങോട്ടാണ് ഡിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ മെത്തേഡ് 1, ദിസ് ഈസ് മെത്തേഡ് 1, ദിസ് ഈസ് മെത്തേഡ് 1 ആൻഡ് ഹിയർ മെത്തേഡ് 2. ഹിയർ മെത്തേഡ് 2. രണ്ടിലും ഈ സ്റ്റെപ്പ് കോമണാണ്.
അപ്പോൾ ഈ മെത്തേഡിലാണെങ്കിലും ഇതെവിടെ എഴുതണം. അതുകൊണ്ടാണ് ഇത് നടുക്ക് എഴുതിയത്. ഇത് രണ്ടുപേർക്കും കോമണാണ്. ഇനി എന്താ മാറ്റം നോക്കാം. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് അവിടെ റീപ്ലേസ് ചെയ്യാം. സോ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ആരാണ്? യു ആണ്. അപ്പോൾ അത് യു ക്യൂബായിട്ട് മാറിയില്ലേ? യു ക്യൂബ്. കൂടെ ഒരു എക്സ് ഡി എക്സ് ഉണ്ടല്ലോ, ആ എക്സ് ഡി എക്സ് എന്തായിട്ട് മാറി? ഡി യു ബൈ ടു. ഡി യു ബൈ ടു. ആ ബൈ ടു ഉള്ളതുകൊണ്ട് ഞാൻ എവിടെ എഴുതാണ്? 1/2. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മാറ്റി, ഇതിനെ മാറ്റി ഒരാൾ മാത്രം നമ്മൾ മനഃപൂർവ്വം മറക്കുക, 0 to 2. കാരണം അത് എക്സിൻ്റെ ലിമിറ്റാണ്. ഇവിടെ യു ആണ്, കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അപ്പോൾ അതങ്ങനെ പോട്ടെ. ഇനി എപ്പോഴാണോ എക്സ് തിരിച്ചു വരുന്നത്, ആ തിരിച്ചു വരുമ്പോൾ നമുക്ക് ലിമിറ്റ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ടൈംസ് യു ക്യൂബ് ഇൻ്റഗ്രൽ നമുക്കറിയാമല്ലോ, എന്താ? എക്സ് റേസ് ടു എൻ ഫോമിലല്ലേ. സോ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. സോ യു റേസ് ടു 3 പ്ലസ് 1. സോ യു റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു യു റേസ് ടു 4 ഡിവൈഡഡ് ബൈ 8. ഓർ ദിസ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു ഇനി നമ്മൾ മാറ്റാൻ പോവാം. ഇൻ്റഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് യുവിന് തിരിച്ച് വാല്യൂ കൊടുക്കാം. ആരായിരുന്നു യു? എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ റേസ് ടു 4. വാല്യൂ തിരിച്ചു കൊടുത്തു. എക്സ് തിരിച്ച് വന്നാൽ ഉടനെ നമുക്ക് എക്സിൻ്റെ ലിമിറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏതായിരുന്നു എക്സിൻ്റെ ലിമിറ്റ്? 0 to 2 ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8 ഇൻറ്റു, ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് 2 കൊടുത്താൽ 2 റേസ് ടു 4 അല്ലേ? 2 റേസ് ടു 4 2 റേസ് ടു 2 4 4 പ്ലസ് 1 5 5 റേസ് ടു 4 5 റേസ് ടു 4 625 അല്ലേ? സോ 625 മൈനസ് എക്സിന് 0 കൊടുത്താൽ 1 റേസ് ടു 4 1 ഡിവൈഡഡ് ബൈ 8. സോ ആൻസർ 624 ഡിവൈഡഡ് ബൈ 8 എന്നുള്ള ക്യാൻസൽ ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് മാർഗം. അപ്പോൾ നമ്മൾ ചെയ്തെന്താണ്? യു എന്നൊക്കെ കോൾ ചെയ്തു, ആരും അറിയാതെ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ മുന്നോട്ട് പോയി. എപ്പോഴാണ് എക്സ് തിരിച്ചു വന്നത് അവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തു. ഓക്കെ അല്ലേ? ഇത് മെത്തേഡ് 1. മെത്തേഡ് 2. മെത്തേഡ് 2 പകുതി കഴിഞ്ഞു. ഇതുതന്നെയാണ് മാർഗം അല്ലേ? ചെറിയൊരു മാറ്റോടെ നമ്മൾ വരുത്താൻ പോവുക ലിമിറ്റിൽ. ഇവിടെ ഇപ്പോൾ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോഴേ എക്സ് സ്ക്വയർ പ്ലസ് 1 യു കൊടുക്കും. അപ്പോൾ യു ക്യൂ ബൈ എക്സ് ഡി എക്സ് ഡി യു ബൈ 2 ആയിട്ട് മാറി. ലിമിറ്റ് മാത്രം പാവം ബാക്കി കിടക്കുക. ഇവിടെ നമ്മൾ ലിമിറ്റൂടെ മാറ്റും. ഇത് ആരുടെ ലിമിറ്റാണ്? എക്സിൻ്റെ ലിമിറ്റാണ്. സോ വെൻ എത്രയാണ് ലോവർ ലിമിറ്റ്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ യു എത്രയാണ് നോക്കും. ഇതല്ലേ ഇവർ നമ്മളെ റിലേഷൻഷിപ്പ്. എക്സിന് 0 കൊടുത്താൽ യു എത്രയായിട്ട് മാറും? യു 1 ആണ്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 യു ഇസ് ഈക്വൽ ടു 1. ഇനി നിങ്ങൾ എക്സിന് അപ്പർ ലിമിറ്റ് എത്രയാണ്? അപ്പർ ലിമിറ്റ് 2 ആണ്. ആൻഡ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2 യു ഇസ് ഈക്വൽ ടു എക്സിന് 2 കൊടുത്താൽ ഇത് 4 പ്ലസ് 1 5 ആണ്. സോ യു ഇസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കത് ഇൻ്റഗ്രലിലേക്ക് ഇനി എല്ലാ വാല്യൂസും റീപ്ലേസ് ചെയ്യാം. ഇവിടെയുള്ള ധൈര്യം എന്താ അറിയാം? ഇവിടെ നമുക്ക് ഇതിനെ മാറ്റാം, ലിമിറ്റും മാറ്റാം. സോ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 5 എക്സ് സ്ക്വയർ പ്ലസ് 1 എന്തായിട്ട് മാറി? യു. സോ യു ക്യൂബ്. എക്സ് ഡി എക്സ് എന്തായിട്ട് മാറി? എക്സ് ഡി എക്സ് ഡി യു ബൈ 2. സോ ഡി യു ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2. ഓക്കെ അല്ലേ? ഒരു കാര്യം നേരത്തെ സ്ട്രെസ് ചെയ്ത് പറയാൻ പറ്റുപോയി. നമ്മളിതൊക്കെ മാറ്റിയപ്പോൾ ആദ്യം നമ്മൾ ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്. 0 to 2 എന്തായിട്ട് മാറി? 1 to 5 ആയിട്ട് മാറി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ യു ക്യൂബ് ഇൻ്റഗ്രൽ യു റേസ് ടു 4 ഡിവൈഡ് ബൈ 4 കൂടെ ആരുണ്ട്? 1/2 ഉണ്ട്. ലിമിറ്റ് 1 to 5. ഇത് 1/8 ആയിട്ട് മാറും. സോ 1/8 ഇൻറ്റു യു റേസ് ടു 4 ലിമിറ്റ് 1 to 5. ദാറ്റ് ഇസ് ഈക്വൽ 1/8 ഇൻറ്റു യുവിന് 5 കൊടുത്താൽ 5 റേസ് ടു 4. സോ 5 റേസ് ടു 4 മൈനസ് 1 റേസ് ടു 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/8 ഇൻറ്റു 5 റേസ് ടു 4 625 മൈനസ് 1 624. സോ 624 ഡിവൈഡ് ബൈ 8. ഓക്കെ അല്ലേ? സെയിം ആൻസർ സെയിം, മെത്തേഡ് ഡിഫറെൻറ്റ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യും. യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറ്, നിർബന്ധമില്ല, ഇങ്ങനെയും ചെയ്യാം. ആകെ മാറ്റം എന്താ? ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ള ഒറ്റ മാറ്റമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതുപോലെ കൊടുത്ത ക്വസ്റ്റ്യൻസ് 1-2 വീഡിയോസ് ഇവിടെ.